അപ്പോൾ വീണ്ടും ഒരു സെറ്റ് കൂട്ടുകാരികൾ അവർ ഒരു സ്കൂളിൽ പഠിച്ചു, ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച് ഫുൾ A+ എന്ന സ്വപ്നം ഇത്തവണത്തെ SLC പരീക്ഷയിൽ യാഥാർത്ഥ്യമാക്കിയ കുട്ടികളാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കുക അവരുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം. ആദ്യം നിങ്ങളുടെ പേര്? അക്സ, അനാമിക, ഫംസിയ, അഷാന. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം തന്നെ പ്രോഗ്രാം? നല്ല പ്രോഗ്രാം ആയിരുന്നു, നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഫ്യൂച്ചറിനെ കുറിച്ച് നല്ലോണം അറിയാൻ പറ്റി. കുറേ കോഴ്സുകൾ കേട്ടു. എൻട്രൻസിന് ബ്രില്യൻസ് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് അറിയാൻ പറ്റി. കരിയർ ഗൈഡൻസ് സെഷൻസ് ഒക്കെ കണ്ടോ? കണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല മോട്ടിവേഷൻ ആയിരുന്നു. നമുക്ക് അടുത്ത് എന്ത് പോകണമെന്ന് ബ്രില്യൻസ് തന്നെ പറഞ്ഞു തന്നായിരുന്നു. അവരുടെ അടുത്ത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണെന്ന് മനസ്സിലായി. അടിപൊളിയായിരുന്നു. അതെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ക്ലാസ്സുകളായിരുന്നു. ഫ്യൂച്ചറിനെ കുറിച്ച് എന്താണ് ഇനി എന്നുള്ള ഒരു കാര്യം കൂടെ അവർ നൽകിയായിരുന്നു. ഫ്യൂച്ചറിനെ കുറിച്ച് എന്ത് കോഴ്സ് എടുക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റി. നല്ല ക്ലാസ്സായിരുന്നു. അപ്പോൾ നിങ്ങൾ സ്കൂളിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, സ്കൂളിൻ്റെ പേര്? GGHSS നെടുമങ്ങാട്. നിങ്ങൾ ഒരു ക്ലാസ് ആയിരുന്നോ എല്ലാവരും? അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു ക്ലാസ്സിൽ ഒന്നിച്ച് നിങ്ങൾ കമ്പൈൻ സ്റ്റഡി ആയിട്ടാണോ പഠിച്ചത്? ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ ആയിരുന്നോ? അങ്ങനെ ആയിരുന്നു. ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കമ്പൈൻ സ്റ്റഡി ഒക്കെ ചെയ്ത് തന്നെ പഠിച്ചത്. അപ്പോൾ ഇനി നിങ്ങളുടെ മനസ്സിൽ അടുത്തത് 10ാം ക്ലാസ്സിന് ശേഷം എന്ത് ചെയ്യണം? +1 +2 അപ്പോൾ അതിൽ ഏത് സബ്ജക്റ്റ് തിരഞ്ഞെടുക്കണം, അതിനുശേഷം ഏത് ലക്ഷ്യത്തിലോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതെന്തായിരുന്നു? ഇനി +1 ബയോസയൻസ് എടുക്കണം. ഞാൻ അവിടെ നിന്ന് നേഴ്സിങ്ങിന് പോകണം. +1 +2 സയൻസ്, അത് കഴിഞ്ഞ് മെഡിക്കൽ ഫീൽഡിലെ ഏതെങ്കിലും. +1 +2 സയൻസ് എടുക്കണം, അത് കഴിഞ്ഞ് മെഡിക്കൽ ഫീൽഡ്. അതെ, +1 +2 സയൻസ്, മെഡിക്കൽ ഫീൽഡ്. അപ്പോൾ എല്ലാവരും മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ചിലർ നേഴ്സ്, ചിലർ ഡോക്ടർ, ആ ഒരു രീതിയായിരിക്കും അല്ലേ? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇനി ഭാവിയുള്ള അടുത്ത വരുന്ന പരീക്ഷകളിലെല്ലാം ഇതുപോലെ തന്നെ ഫുൾ A+ നേടി നല്ല വിജയം നേടാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഒന്നിച്ച് പഠിച്ച് കൂട്ടുകാരായിട്ട് തന്നെ മുമ്പോട്ട് പോവുക, ഒരേപോലെ തന്നെ ലക്ഷ്യത്തിലെത്തുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.